നമ്മളിങ്ങനെ പുറമേ നിന്ന് കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആരെയും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, എനിക്കതാണ് പറയാനുള്ളത്. ഓക്കെ, ഞാനിത് എല്ലാവരും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ചില ആളുകളെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാൽ. ഹെയർ സ്റ്റൈൽ മാറ്റിയപ്പോൾ തന്നെ ഞാൻ ആളാകെ മാറിപ്പോയി. ഒരുപാട് പേരുടെ കമൻസ് കണ്ടായിരുന്നു, ഒരുപാട് പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കണ്ണിൻ്റെ അടി ഫുള്ള് ഡാർക്ക് സർക്കിൾ ആണ്, അതാണ് ഇതാണ്, അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ. ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഞാൻ ഒരുപാട് ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുണ്ട്, ഞാൻ അവരെ മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഫുൾ ടൈം കാണുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിളൊന്നും കൂടാതെ സ്കിന്നിൽ റാഷസോ മറ്റോ ഒരു കാര്യങ്ങളും ഇല്ലാതെ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഐ എം മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. അപ്പോൾ കുറേ നാളുകൾ കൂടിയാണ് നമ്മളൊരു ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇത്രയാണ് മമ്മി ആയിട്ടുള്ള കുറേ കോംബോ വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു ബ്രേക്ക് ആയിട്ട് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അതേ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ എനിക്ക് ചെയ്തു തന്നു. അപ്പം ആ ഒരു സ്റ്റുഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റാണ്, അവിടെ പോയി നിങ്ങൾക്ക് ഈ ഒരു നെയിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് വേറെ വിശേഷമൊന്നുമല്ല, ഞാൻ എം കഫേന്റെ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല ബ്രാൻഡ്സ്, നല്ല പ്രോഡക്ട്സ് എന്നൊക്കെ തോന്നിയ സാധനങ്ങളാണ് ഞാൻ കൂടുതലും നിങ്ങൾക്ക് റെഫർ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങണം തോന്നിയ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനും കൂടെ കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ബോറടിക്കാണ്ടിരുന്ന് കാണണേ. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. എൻ്റെ അമ്മയെ ഒറ്റ ശ്വാസത്തിന് പറഞ്ഞ ശ്വാസം മുട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് അധികം മാറ്റങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടല്ലോ. ഹെയർ സ്റ്റൈൽ മാറ്റിയപ്പോൾ തന്നെ ഞാൻ ആളാകെ മാറിപ്പോയി. ഒരുപാട് പേരുടെ കമൻസ് കണ്ടായിരുന്നു, ഒരുപാട് പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ചിലർക്ക് ബുദ്ധിമുട്ട് കാണും, എന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് ഇഷ്ടമായിരിക്കാം, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, അവർക്കൊക്കെ ഒരുപക്ഷെ ഇഷ്ടമായിരിക്കാം. ഒരു പക്ഷെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ എന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പല കാറ്റഗറിയാണ് ഇഷ്ടങ്ങൾ. എല്ലാവരിലും ഡിഫറെൻ്റ് ആണല്ലോ. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, ആ രീതിയിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആരെയും ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാ കമൻസും ആ ഒരു സെൻസിലാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാവരുടെയും സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്ക് ഹെയർ സ്റ്റൈൽ കൊണ്ട് എനിക്ക് എന്താ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ മുടിയൊക്കെ വെട്ടുമ്പോൾ ഒരു ബോൾഡ് ലുക്ക് നമുക്ക് വരും, അതുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടേക്ക് കെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇപ്പം ഞാൻ കിടക്കാൻ നേരത്ത് ജസ്റ്റ് തല വാഷ് ചെയ്താൽ അപ്പം തന്നെ മുടി ഉണങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഗുണമാണ്. പിന്നെ ഈ ചൂടത്ത് നമുക്ക് മുടി ഇങ്ങനെ നമ്മുടെ കഴുത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള ചൂടൊക്കെ കുറയും. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഹെയർ കട്ട് ചെയ്തതുകൊണ്ട്. പിന്നെ നമുക്കൊരു നമ്മൾ ഈ ബഞ്ചി ജമ്പിങ് ഒക്കെ ചെയ്യുന്ന പോലെ എക്സ്ട്രാ ഒരു സംഭവം ചെയ്യുമ്പോൾ ഉള്ളൊരു എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. നമ്മൾ മുടിയൊക്കെ വെട്ടിയിട്ടേ നമുക്ക് ചിലപ്പം നാളെ വരെ ഫേസ് ചെയ്യാനൊക്കെ ചിലർക്ക് ഒരു ഇച്ചിരി മുടി വെട്ടി കയറി പോകുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ, മറ്റുള്ളവർ എന്ത് പറയും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ആ ഒരു ബ്ലോക്ക് നമുക്ക് മാറ്റാനൊക്കെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എന്നാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. എവറി ലേഡീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ഒത്തിരി മുടിയുള്ളവരാണ് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മുടി അത്ര ഫസ്റ്റ് മുടിയൊന്നും അല്ല, ഒരുപാട് തിക്ക് ഹെയർ ഒന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നുള്ള ഒരു ഓപ്ഷൻ നോക്കാത്തത്. അപ്പോൾ എനിവേ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുടി വെട്ടാൻ താല്പര്യമുള്ളവർ വെട്ടുക, അല്ലാത്തവർ വെട്ടണ്ട. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയത് നോക്കാം. ഞാൻ എം കഫേൻ്റെ യൂസ് ചെയ്ത അത്രയും എം കഫേൻ്റെ പ്രോഡക്ട്സിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. ഇത് കണ്ടോ, ഇത് എം കഫേൻ്റെ നേക്കഡ് ആൻഡ് ഡ്രോ കോഫി സ്കാൽപ്പ് സ്ക്രബാണ്. അപ്പോൾ എനിക്ക് ഡാൻഡ്രഫിൻ്റെ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്ന 100% നല്ലൊരു പ്രോഡക്റ്റാണ് എം കഫേൻ്റെ ഈ ഒരു സ്കാൽപ്പ് സ്ക്രബ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. 99% ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡാൻഡ്രഫ് പോകുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയർ എന്ത് ചെയ്യുന്നു, നമ്മൾ പില്ലോസ് വാഷ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ കോമ്പ് നമ്മൾ വാഷ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടവല് ഡെയിലി യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടുനടന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡാൻഡ്രഫ് നല്ലോണം കൺട്രോൾ ആവുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സഡൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും.
ഒരു 3 to 4 ഡേയ്സിലേക്ക് എന്താണേലും ഡാൻഡ്രഫ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അറിയാലോ, നമ്മൾ ഈ കോമ്പൊക്കെ പഴയത് തന്നെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അത് തിരിച്ചു വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വീക്കിലി വൺസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഇത്. ഞാൻ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ വാങ്ങുന്നത്. ഇത് വന്നിട്ട് ഇതിൻ്റെ വില 599 രൂപയാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയതാണ് കേട്ടോ, 2 ആഴ്ചയൊക്കെ ആയതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എനിവേ നല്ല പ്രോഡക്റ്റാണ്. അടുത്തത് എന്താണ് വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി ലിപ് സ്ക്രബാണ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതേ ഉള്ളൂ. എന്താണേലും നല്ലതായിരിക്കും. ഞാൻ ഡെയിലി ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ലിപ് സ്ക്രബ് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എം കഫേൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായി. അതിൻ്റെ ആ ഒരു അതിൻ്റെ കുറേ പിക്സൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വാങ്ങാൻ തോന്നി. അതുകൊണ്ട് വാങ്ങിയതാണ്. മോർ റിഡക്ഷൻ ഇൻ പിഗ്മെൻറ്റേഷൻ. ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും യൂസർ റിവ്യൂ ഞാൻ ചെയ്യാം. ഒരിക്കലും എന്താണേലും മോശമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല, അക്കാര്യം എനിക്ക് ഷുവർട്ടി തോന്നുന്നുണ്ട്. ഇതിൻ്റെ വില 299 രൂപയാണ് ഈ ഒരു കുട്ടി പാക്കറ്റിൻ്റെ വില. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ തന്നെ ലിപ് ബാമും ഉണ്ട്. 299 രൂപയാണ് അതിനും വില വരുന്നത്. 24 hours മോയ്സ്ചറൈസേഷൻ ഹൈഡ്രേഷൻ ഒക്കെ തരുന്ന ഒരു ലിപ് ബാം ആണെന്നാണ് പറയുന്നത്. ഈ ബോഡി സ്ക്രബ് എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ടെസ്റ്റർ കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. പിന്നെ അതിൻ്റെ കൂടെ വേറെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എം കഫേൻ്റെ ഒരു ഫേസ് വാഷ്, ഗ്രീൻ ടീയുടെ ഒരു ഫേസ് വാഷ് അവർ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. പിന്നെ അക്കോടെ തന്നെ ഒരു കോഫി മോയ്സ്ചറൈസർ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ക്യാമറ ഇടയ്ക്ക് ഫോക്കസ് മാറിപ്പോണം കേട്ടോ. ഇതുണ്ടോ? പിന്നെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്, ഗ്രീൻ ടീയുടെ തന്നെ. ഇതെനിക്ക് തോന്നുന്നു ഇത് ഓയിലി സ്കിൻകാർക്കാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഗ്രീൻ ടീയുടെ പ്രോഡക്റ്റ് ഒക്കെ എപ്പോഴും അവർക്കായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആവുക. ഇത് കണ്ടോ, ഇതാണ് കിട്ടിയത്. പിന്നെ ഞാൻ എം കഫേൻ്റെ വാങ്ങിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എം കഫേൻ്റെ ഗ്രീൻ ടീ ഹൈഡ്രോജൽ അണ്ടർ ഐ പാച്ചസ് ആണ്. ഇത് ഞാൻ ആക്ച്വലി ബ്രൈഡ്സിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ലോണം നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് ഡാർക്ക് സർക്കിളിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉണ്ട്. പിന്നെ ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഡെയിലി അത് യൂസ് ചെയ്താലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൂടെ ഞാനൊരു അണ്ടർ ഐ ക്രീമും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗ്രീൻ ടീയുടെ. ഇത് കണ്ടോ, ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു റോളറൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഉണ്ടോ മുട്ടയായിട്ട് പൊങ്ങിയായിരുന്ന ക്രീം. അത് നമുക്കിങ്ങനെ കണ്ണിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെ എക്സ്റ്റേണൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ, നമ്മുടെ പല കാര്യങ്ങളുണ്ട്, ഡെയിലി ലൈഫ് റുട്ടീൻ, ഇതൊക്കെ അനുസരിച്ചാണ് ഒരാളുടെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ എക്സർസൈസ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നു, നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കുറച്ച് ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എന്നോടൊരു കമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, അപ്പം നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങളുടെ കണ്ണിൻ്റെ അടി ഫുള്ള് ഡാർക്ക് സർക്കിളാണ്, അതാണ് ഇതാണ്, അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ. ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഞാൻ ഒരുപാട് ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുണ്ട്, ഞാൻ അവരെ മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഫുൾ ടൈം കാണുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിളൊന്നും കൂടാതെ സ്കിന്നിൽ റാഷസോ മറ്റോ ഒരു കാര്യങ്ങളും ഇല്ലാതെ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ. അപ്പം നമുക്ക് നമ്മുടേതായ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. വർക്കിന് ഞാൻ എൻ്റെ 100% ഇട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെ ഇരിക്കുന്നു, ഞാനിപ്പോൾ എൻ്റെ തലമുടിയൊന്നും ചെയ്യാതെ മെസ്സായിട്ടിരിക്കുവാണോ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലേ, എൻ്റെ കണ്ണിന് ഡാർക്ക് സർക്കിൾ ഉണ്ടോ, പല്ലുന്തിയിട്ടാണോ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ കുറ്റമല്ല അല്ലേ. ശരിക്കും അത് സ്വാഭാവികമായിട്ടും വന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നും ആരെയും ക്രിട്ടിസൈസ് ചെയ്യാണ്ടിരിക്കുക അല്ലേ. അതാണ് ഒരു ഹെൽത്തി വേ. മറ്റു മനുഷ്യരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു മാനർ എന്ന് പറയുന്നത് അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ എന്താണെങ്കിലും ആ വീഡിയോയിൽ ഞാൻ കുറച്ചധികം ടയേർഡായിരുന്നു. ഒരു വീഡിയോ എടുക്കുമ്പം ഞാൻ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷേ പുറമേ നോക്കുന്ന ഒരാൾക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ട ഒരാളുടെ ലൈഫ് അതായിരിക്കും, അല്ലെ എക്സാക്ട്ലി അതാണ് അയാൾ എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. പല പല സിറ്റുവേഷൻ ആയിരിക്കും അവർക്ക്. അപ്പം നമ്മളിങ്ങനെ പുറമേ നിന്ന് കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആരെയും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, എനിക്കതാണ് പറയാനുള്ളത്. ഓക്കെ, ഞാനിത് എല്ലാവരും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ചില ആളുകളെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എനിവേ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ബൈ.